പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാസന പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്കെല്ലാവർക്കും സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ. നീ വരൂ സ്നേഹമേ എൻ ദൈവമേ, ശാന്തിയാ സൗഖ്യമാ നീ വരൂ എൻ നായകാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മരിയയുടെ പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ശക്തിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ഹല്ലേലൂയ, 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 മഹത്വം, ആരാധന, ആരാധന. കാവലായി നീ വരൂ സ്നേഹമേ എൻ ദൈവമേ, ശാന്തിയാ സൗഖ്യമാ നീ വരൂ എൻ നായകാ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരിശുദ്ധ മാതാവിന്റെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും എല്ലാവിധമായ ആവശ്യങ്ങളെയും പരിശുദ്ധ മാതാവിന്റെ സാന്നിധ്യത്തിൽ മാതാവിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ തമ്പുരാനായ യേശുവിന്റെ മുമ്പില് എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കാം. അവിടുത്തെ സംരക്ഷണവും കരുതലും എന്നും എപ്പോഴും ഈ ദേവാലയത്തില് ഒത്തുകൂടിയിരിക്കുന്ന എല്ലാവരുടെയും മേല് ഉണ്ടാകുവാനും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുത്തെ കടന്നുവരവ് ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ തമ്പുരാന്റെ മുമ്പില് ഹൃദയം കൊണ്ട് നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് എല്ലാവർക്കും ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോഴ് പ്രാർത്ഥിച്ചപ്പോഴ് ജസ്റ്റ് വചനം പ്രാർത്ഥിച്ച് ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടിയ സന്ദേശം സഖറിയായുടെ പുസ്തകമാണ്. സഖറിയ 8-ാം അധ്യായം 12-ാമത്തെ വാക്യം. സഖറിയ 8-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ് ഇപ്പോഴീശോ പ്രാർത്ഥനയെ സന്ദേശമായി നമുക്ക് നൽകുന്നതെന്ന് കരുതാം. വായിച്ചുള്ളൂ. ഞാൻ സമാധാനം വിതയ്ക്കും, മുന്തിരി ഫലം നൽകും, നിലം വിളവ് നൽകും, ആകാശം മഞ്ഞു പൊഴിക്കും. ഈ ജനത്തിൽ അവശേഷിക്കുന്നവർ ഇതെല്ലാം അവകാശമാക്കാൻ ഞാൻ ഇടയാക്കും.
ഇപ്പം നമ്മൾ ജസ്റ്റ് നിങ്ങൾ കണ്ടത് കാണാം, അച്ഛൻ ജസ്റ്റ് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി വചനം തുറന്നപ്പോൾ കർത്താവ് നൽകിയ സന്ദേശമാണ്. എന്താണിത്? സക്കറിയയുടെ പുസ്തകത്തിൽ 12-ാം അധ്യായം 8-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം എന്താ പറയണത്? പറഞ്ഞ്, ഞാൻ സമാധാനം വിതയ്ക്കും, മുന്തിരി ഫലം നൽകും, നിലം വിളവ് നൽകും, ആകാശം മഞ്ഞ് പൊഴിക്കും. ഈ ജനത്തിൽ അവശേഷിക്കുന്നവർ ഇതെല്ലാം അവകാശമാക്കാൻ ഞാൻ ഇടയാക്കും. അധ്വാനത്തിൻ്റെ മുന്തിരി ഫലം നൽകുമെന്ന് പറയുന്നത് നമ്മുടെ അധ്വാനത്തിന് ഫലം ലഭിക്കുമെന്നാണ്. പിന്നെന്താ അതിൻ്റെ പറയണത്? മുന്തിരി ഫലം നൽകും, പിന്നെ നിലം വിളവ് നൽകും. അതും സെയിമാണ്. നമ്മൾ ഏത് മേഖലയാണ് ജീവിത സാധാരണ മാർഗമായിട്ട് ഉപയോഗിക്കുന്നത്, ആ മേഖലയിൽ നിന്ന് നിനക്ക് അഭിവൃദ്ധിയും അനുഗ്രഹവും ഉണ്ടാകുമെന്നാണ്. ഞാൻ സമാധാനം വിതയ്ക്കും, അതായത് നിനക്ക് സമാധാനം ലഭിക്കുകയും ചെയ്യാം. ഇപ്പോഴ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. വിതയ്ക്കും, സമാധാനം വിതയ്ക്കും, മുന്തിരി ഫലം നൽകും, നിലം വിളവ് നൽകും. ഇങ്ങനെയൊക്കെ പറയുന്നതിന് നമ്മൾ ബൈബിളിൽ പറയണത് പ്രത്യാശ നിറച്ചു നൽകുന്നതിന് ബൈബിളിൽ പറയുന്ന വാക്ക് വാഗ്ദാനമെന്നാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനമാണത്. നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയുടെ ഒരു നിലനിൽപ്പ് തന്നെ അടിസ്ഥാനം ആശ്രയം എന്താണ്? ഉടമ്പടി എന്തിനാണ് ബേസ് ചെയ്യണത്? ഉടമ്പടി ബേസ് ചെയ്യണത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെയാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെയാണ്. ദൈവം കുറേ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് മനുഷ്യന്. എനിക്ക് അതിനെക്കുറിച്ച് അറിവ് കിട്ടിയത് ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടത്. കോവിഡൊക്കെ വന്ന് നിങ്ങൾക്കൊക്കെ 8 ദിവസം കഴിയുമ്പോഴൊക്കെ കോവിഡ് മാറത്തില്ലേ? ഇപ്പം എനിക്ക് 1 മാസം നിന്നായിരുന്നു. മെഡിക്കൽ ഉള്ള ആൾക്കാർക്ക് തന്നെ ഡൗട്ട് എന്താ, ഇതെന്ത് ഈ 1 മാസത്തേക്ക് പോണത്? കാര്യം ഇതിൻ്റെ ഈ പതിര മുഴുവനും ബ്ലോക്കാകുകയല്ലേ, അപ്പം ചിലപ്പോൾ ശ്വാസം കിട്ടത്തില്ല. പക്ഷേ അപ്പോൾ ഇങ്ങനെ 1 മാസത്തേക്ക് പോകുമ്പോൾ ഡൗട്ട്, അത് കാരണമാണ് ഈ പ്രയാസം കൊണ്ടത്. ഈ പ്രയാസ സമയത്താണ് കർത്താവ് വാഗ്ദാനങ്ങളെക്കുറിച്ച് എന്നോട് ആദ്യം സംസാരിച്ചത്. ഈ പ്രയാസ സമയത്ത് നൽകിയിട്ടുള്ള ബൈബിൾ നോട്ടുകളാണ് ഞാൻ അവിടെ. അപ്പോൾ ഞാൻ കട്ടിലേൽ ഇങ്ങനെ ചുമക്കുന്ന കാരണം ഇങ്ങനെ നെഞ്ചൊക്കെ പൊക്കി കിടക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് കയ്യിലൊരു കൈ കൊന്തയും അപ്പുറത്തെ ഇടത് വശത്ത് ബൈബിളും ഇരിപ്പുണ്ട്. അപ്പം ഇങ്ങനെ ഈ കിടക്കണ സമയത്ത് കർത്താവ് കുറേ കാര്യങ്ങൾ പറയും. ആ ദൈവത്തിന് എപ്പോഴും നമ്മുടെ ഈ ക്ഷീണകാലങ്ങൾ, അതുപോലെ തന്നെ ക്ഷീണകാലങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ എന്തെങ്കിലും തരത്തിലുള്ള നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന കാലങ്ങൾ, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ ഇത്തിരി നാൾ വിശ്വസിച്ച ആൾക്കാർ നിങ്ങളെ തെറ്റിദ്ധരിക്കുകയും അവർ വേറെ ശത്രുപാളയത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഒറ്റപ്പെടലുണ്ടാവും. അപ്പം നിങ്ങൾക്ക് നിരാശയും ഒക്കെ ഭയമൊക്കെ ഉണ്ടാവും, സങ്കടമൊക്കെ ഉണ്ടാവും. ലോകം കളിപ്പാണെന്നൊക്കെ നമുക്ക് തോന്നും. ഈ ടൈമാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ടൈമെന്ന് പറയുന്നത്. കാര്യം നമ്മൾ ഇത്രയും നാൾ ദൈവമാണെന്ന് പറഞ്ഞ് വിചാരിച്ച് നമുക്ക് വരുന്നൊരു അബദ്ധം എന്ന് പറയണത്, നമ്മൾ ഈ ദൈവത്തിൻ്റെ സ്ഥാനം എപ്പോഴും ഇങ്ങനെ ആ കസേര വേറെ ആൾക്കാർ അറിയാതെ കയറിയിരിക്കും. ആ ഇരുന്നോളം നമ്മൾ പറഞ്ഞിട്ടാണ് ഇരിക്കണത്, അല്ലാതെ വേറെ ഇടിച്ചു കയറിയിരിക്കണത്. ദൈവത്തിരിക്കേണ്ട സ്ഥാനത്ത് വേറെ ആൾക്കാർ കയറിയിരിക്കും. അതെന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടാണ്, നമ്മുടെ അനുഭവത്തോടെ അവിടെ ഇരിക്കണത്. അപ്പം അവരവിടെ ഇന്നലെ പോകത്തില്ല, അതാണ് പ്രശ്നം. പിന്നെ അവരെ കളയാൻ വേണ്ടി ദൈവത്തിൻ്റെ ഓരോ ചില നടപടിക്രമങ്ങളുണ്ട്.
നീ ദൈവവേദലാണെങ്കിലേ ഉള്ളൂ ദൈവം അവരെ കളയത്തുള്ളൂ. ദൈവവേദന അല്ലെങ്കിൽ മരണം വരെ ആ സാധനം അവിടെ എത്തിക്കേണ്ട പോലെ ഇരിക്കും. ചിലപ്പോൾ ഒരു വ്യക്തിയാകാം, ചിലപ്പോൾ നിൻ്റെ സംഘടനയാകാം, ചിലപ്പോൾ നിങ്ങളുടെ സംഘടനാ പ്രവർത്തനം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്തവരില്ലേ, പ്രവർത്തനം തലക്ക് കയറിയിട്ട്. അപ്പോൾ അതാണ് ശരിയെന്നും പറഞ്ഞ് അവരങ്ങനെ കുറച്ച് നാളവിടെ ബുദ്ധി അവരോട് പറയും, ഇതാണ് ശരി. ഒരു കുർബാന കാണുന്നതിനേക്കാൾ വലുതാണ് മനുഷ്യന് വേണ്ടി അധ്വാനിക്കുന്നത്, നീതിക്ക് വേണ്ടി പോരാടുന്നത്. അപ്പോൾ ഇവരുടെ ഈ ബ്രെയിൻ ഇവരെ ഹൈജാക്ക് ചെയ്യും. പ്രാർത്ഥന കുറഞ്ഞുള്ള ഒരു കുഴപ്പമുണ്ട്, ഹൈജാക്ക് പെട്ടെന്ന് നടക്കും. പ്രാർത്ഥന കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊട്ടക്ഷൻ പോകും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ പ്രാർത്ഥന എപ്പോഴും ഈശോ പറയും നിരന്തരം പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയത്തില്ലേ? അത് നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് നിരന്തരം പ്രാർത്ഥിച്ച് വയറ്റിപ്പഴപ്പ് നടക്കണമെന്നല്ല പറയേണ്ട അർത്ഥം. നിരന്തരം പ്രാർത്ഥിച്ചാൽ നീ ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷനിലാകും. അതും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നല്ല പ്രശ്നം, വെദർ വി ഹാവ് പ്രൊട്ടക്റ്റഡ് ഓർ നോട്ട്. എന്ത് സംഭവിച്ചാലും സംരക്ഷണം കിട്ടിയില്ലെങ്കിൽ ഈ നമ്മൾ നേടിയ കാര്യങ്ങളെല്ലാം കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ നേടിയതെല്ലാം ആരുടേതാകുമെന്ന്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. നേടിയതെല്ലാം ആരുടേതാകും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ലൂക്ക 12:20. ലൂക്ക 12:20 പ്രധാനപ്പെട്ട ഒരു വാക്കാണത്. പറ. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും. ആരുടേതാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം അന്യാധീനപ്പെട്ടു പോകുമെന്നാണ്. അതാണ് വിഷയം. അന്യാധീനപ്പെട്ടു പോകുക. അന്യാധീനം വെച്ചാൽ അന്യന് അധീനമായി പോകും. അതാണ് അന്യാധീനപ്പെട്ടു പോവുക. നമ്മുടേതെന്ന് വിചാരിച്ച സംഭവം അന്യന് അധീനമായി പോകും. അന്യാധീനപ്പെട്ടു പോകുന്നത് രണ്ട് തരത്തിൽ സംഭവിക്കാം. ഒന്ന്, പിശാചിന് അധീനമായി പോകും. പിന്നെ അടുത്ത കാലത്തെങ്കിലും ദൈവം ആ മേഖല വരത്തില്ല. കാര്യം നമ്മുടെ കൺസെൻറ്റോടു കൂടിയാണ് പിശാച് നമുക്ക് അധികാരം. അല്ല, പിശാചും ഒരു മാന്യതയുള്ള ആളാണ്. മുട്ടിയിട്ട് വാതിലെ കൊട്ടിയിട്ടേ കയറത്തുള്ളൂ. വാതിലെ കൊട്ടിയിട്ടേ നമ്മുടെ അനുവാദം ഉണ്ടാകുമോ? കൺസെൻറ്റ്. അല്ലാതെ നിങ്ങളുടെ പാപത്തിന് അവർ ചതിച്ചതാണ് ഇവർ ചതിച്ചതാണെന്നിട്ട് കാര്യമില്ല. ചതിച്ചാണല്ല ഇപ്പം പറഞ്ഞാൽ തേച്ചതാണെന്നല്ലേ പറയണത്. തേച്ചാലും അലക്കിയാലും എല്ലാം നമ്മുടെ കൺസെൻ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ കൺസെൻ്റ് ഉണ്ട്. നമ്മുടെ ഒരു അനുവാദം കൊടുത്തിട്ടാണ്. എപ്പോഴാണ് ഈ അനുവാദം വഴിയെ പോണതിനൊക്കെ അനുവാദം കിട്ടുന്നത്? എങ്ങനെയാണ്? ദൈവത്തിൽ നമ്മൾ അകന്നു പോകുമ്പോഴാണ് അന്യാധീനപ്പെട്ടു പോണത്. അതെപ്പോഴും മനസ്സിലാണ്. ഇപ്പം നിങ്ങൾ തുടങ്ങണൊക്കെ നമുക്കറിയാമല്ല, വലിയ ന്യൂമോണിയൊക്കെ തുടങ്ങണ പനിന്നൊക്കെ തുടങ്ങണേ. അതുപോലെ ആത്മീയമായിട്ട് ന്യൂമോണിയൊക്കെ തുടങ്ങണത് ചെറിയ പനി. ഇപ്പം കുർബാനയ്ക്ക് താമസിച്ച് വരിക, കുർബാന സ്വീകരിക്കാൻ താമസിക്കുക, കുമ്പസാരിക്കാൻ മാസങ്ങളെടുക്കുക, അങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു പനികളിൽ നിന്നാണ് ഇതൊരു ന്യൂമോണിയ തുടങ്ങണത്. അപ്പോൾ തന്നെ ഓർക്കുക, പനി തുടങ്ങിയിട്ടുണ്ട്. 8 മണിക്ക് തുടങ്ങേണ്ട പ്രാർത്ഥന, വീട്ടിൽ 7 മണിക്ക് തുടങ്ങേണ്ട പ്രാർത്ഥന ചിലപ്പോൾ 9 മണിയിലോട്ട് മാറുക. പിന്നെ അതൊരു ശീലമായി മാറുക. പിന്നെ ഉറക്കം വന്ന് ഉറങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അതായത് പനി തുടങ്ങിയെന്നർത്ഥം. പനി തുടങ്ങിക്കഴിഞ്ഞാൽ, ആധ്യാത്മികമായിട്ട് പനി തുടങ്ങിയാൽ പിന്നെ അടുത്ത നടപടി എന്താണ്? നമുക്ക് പനി വരുമ്പോൾ എന്താ സംഭവിക്കണത്? രുചി പോകും ഇല്ലേ? രുചി പോകത്തില്ലേ? നമ്മുടെ ഭക്ഷണം, നല്ല പനിയുള്ള ആൾക്കാർക്ക് എന്ത് കഴിച്ചാലും രുചി അറിയാൻ പറ്റത്തില്ല, എല്ലാം ചവറായിട്ടിരിക്കും. അതുപോലെ തന്നെ ആരാധന ചവറ്, ജപമാല ചവറ്, ഒന്നും രുചി തോന്നണില്ല. പിന്നെ വീട്ടുകാരുടെ ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളിങ്ങനെ കാട്ടിക്കൂട്ടി എന്തെങ്കിലും ആക്കി തീർക്കുന്നതാണ് പ്രാർത്ഥന. അപ്പോൾ ഇതിങ്ങനെ ചവറാകുമ്പോൾ അരയ്ക്കുക, ആത്മാവിന് നല്ല പനിയായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. കാര്യം പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ ഭയങ്കര മധുരമുള്ള ഏർപ്പാടാണ്.
കഴിഞ്ഞ ദിവസങ്ങളിൽ നവംബർ 7 ഞാൻ വെളുപ്പിൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞത് കംപ്ലീറ്റ് സൈലൻസ്, കംപ്ലീറ്റ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പം തന്നെ ചാടി എഴുന്നേറ്റ് മുറിക്കൊണ്ട് എൻ്റെ നോട്ട് ബുക്കിൽ എഴുതി വെച്ച് കംപ്ലീറ്റ് സൈലൻസ്, കംപ്ലീറ്റ് റിഫ്ലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, നീ അതിനെക്കുറിച്ച് ഒത്തിരി റെസ്പോണ്ട് ചെയ്യേണ്ടെന്നാണ് പറയണത്. ദൈവത്തിൻ്റെ ഒരു രീതി അതാണ്. വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, വരാൻ പോകുന്ന കാര്യങ്ങൾ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ആരാധന, 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 യോഹന്നാൻ 16:14. യോഹന്നാൻ 16:14. അവൻ സ്വമേധയാ ആയിരിക്കയില്ല സംസാരിക്കുന്നത്. ഇത് പറഞ്ഞ അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അപ്പോൾ ഇത് അതായത് ഫ്യൂച്ചർ പ്രൊട്ടക്ഷൻ, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് വാഗ്ദാനത്തിനുള്ള ഒരു ഗുണം ഇതാണ്. നിനക്ക് വാഗ്ദാനം പ്രാപിക്കാൻ പോകുമ്പോൾ വാഗ്ദാനം നൽകിയാൽ വാഗ്ദാനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. വരാൻ പോകുന്ന കാര്യങ്ങളെ ദൈവം സംരക്ഷിക്കുകയും ചെയ്യും. അപ്പം ഇതുപോലെ തന്നെയാണ് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിനക്കൊരു നോട്ട് തരും ദൈവം. കാരണം ഏറ്റവും നല്ലത് ഉടമ്പടി തന്നെയാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ 48 വർഷമായി ഞാൻ ശരിക്കും ഈ സഭയിൽ ചേർന്നിട്ട്. 38 കൊല്ലത്തെ പൗരോഹിത്യവും 10 കൊല്ലത്തെ ട്രെയിനിങ്ങും പൗരോഹിത്യം, അപ്പം 48 കൊല്ലമായി. അപ്പോൾ എനിക്ക് 2 കൊല്ലം കൂടി ഞാൻ സഭയിൽ ചേർന്നിട്ട് സുവർണ ജൂബിലി ആവും, 50 കൊല്ലമാവും. ഈ 50 കൊല്ലം സഭയിൽ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? അതായത് ദൈവം ഇങ്ങനെ ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യും, സംരക്ഷിക്കും. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നോട്ട് തരും. പക്ഷേ ഈ 50 കൊല്ലം സഭയിൽ ജീവിക്കുമ്പോഴും എനിക്ക് മനസ്സിലായ ഒരു സത്യമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ലഭിക്കാൻ സാധ്യതയുള്ള സംവിധാനം ഉടമ്പടിയാണ്. അതാണ് എനിക്ക് മനസ്സിലായ സത്യം. 50 കൊല്ലമാണ് ഞാൻ സഭയിൽ ജീവിക്കണത്. 50 കൊല്ലത്തിനുള്ളിൽ ഇപ്പോൾ ഇന്ന് വരെ ജനങ്ങൾ, ഞാനൊരു 20-21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. അതിനവസാനം നമ്മൾ ഇപ്പോഴാണെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൗൺസിലിങ്ങിലൂടെ വരുന്ന വിഷയങ്ങളെല്ലാം ഉടമ്പടിയിലൂടെ ഹോംവർക്ക് ചെയ്ത് പരിഹരിക്കാൻ സാധാരണ അങ്ങനെ ചെയ്യണത്. പണ്ടങ്ങനെ അല്ലായിരുന്നു. ഒരാളുമായിട്ട് 1.5 മണിക്കൂർ 2 മണിക്കൂർ ഇരിക്കണം. കണാകുണ പറഞ്ഞുകൊണ്ടിരുന്ന് അവരുടെ സമയം വേസ്റ്റ്, നമ്മുടെ സമയം വേസ്റ്റ്. അത് പണ്ടിങ്ങനെ എൻ്റെ അടുത്ത് 10 മിനിറ്റ് 20 മിനിറ്റ് തൊട്ട് 2 മണിക്കൂർ വരെ ഞാൻ ആൾക്കാരോട് ഇരുന്നിട്ടുണ്ട്. അവസാനം ഞാൻ കൗൺസിലിംഗ് എന്ന് പറയുന്ന സംഭവം തന്നെ വെറുത്ത്. എന്താ കാര്യം? ഈ ഇരിപ്പെല്ലാം ഇരുന്ന് ഈ ആളിന് വേണ്ടി നമ്മുടെ ഇത്രയും പ്രഷ്യസ് ആയിട്ട് ടൈം വേസ്റ്റ് ചെയ്തിട്ട് അവർ വളർന്നോ ഇല്ലയോ, അവർക്ക് വീണ്ടും പ്രശ്നമുണ്ടാകുമ്പോൾ പിന്നെ ഓടി നമ്മുടെ അടുത്ത് വരും. അപ്പോൾ ഒരാളൊക്കെ പണ്ട് ഒരു മാസം 5 പ്രാവശ്യമൊക്കെ എന്നെ കാണുമായിരുന്നു. കാര്യം എന്താണ്? അതിങ്ങനെ തുറന്നിട്ടിരിക്കണ കാര്യമായതുകൊണ്ട് ആർക്കും വന്ന് ഇടിച്ചു തല്ലി കൈക്കൊള്ളാൻ കാര്യക്കാരനായിട്ട് വന്ന് തൻ്റെ ഇടം ഉള്ളവനൊക്കെ വന്ന് കണ്ടുവച്ച് പോകും. അല്ലാത്തവന് കാണത്തില്ല. സ്വാധീനമില്ലാത്തവർ അറിയാത്തവരൊക്കെ പറയിപ്പല്ലേ. ഇപ്പം അങ്ങനെ പറ്റത്തില്ല. ഇപ്പം എന്താണ്? കൗൺസിലിങ്ങിലൂടെ പറയാവുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഉടമ്പടിയിലൂടെ പരിഹരിക്കും നമ്മൾ. ആ ക്ലാപ്പ് എന്ന് പറയുന്ന സംഭവം ഇടിപെട്ട് സംഭവമാണ്. എന്താണ്? ക്രിസ്ത്യൻ ലൈഫ് അസസ്മെൻറ്റ് പേപ്പർ.
എല്ലാ കാര്യങ്ങളുടെയും എല്ലാ കൗൺസിലിങ്ങിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ക്രിസ്തുവിനെ നീ അറിയുക എന്നുള്ളതാണ് സംഭവം. എല്ലാം പരിഹരിക്കണം എന്താണ്? ഹീ ഈസ് ദ വണ്ടർഫുൾ കൗൺസിലർ. അവൻ എന്താണ്? വിസ്മയവഹനായ ഉപദേഷ്ടാവ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അവൻ വിസ്മയവഹനായ ഉപദേഷ്ടാവ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഏശയ്യാ 9:6. ഏശയ്യാ 9:6. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു ശിശു ജനിച്ചിരിക്കുന്ന നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ഗോഡ് ഈസ് ദ വണ്ടർഫുൾ കൗൺസിലർ. പിതാവായ ദൈവ സങ്കീർത്തനങ്ങളെല്ലാം പറയണത് ഗോഡ് ഈസ് ദ വണ്ടർഫുൾ കൗൺസിലർ എന്നാണ്. ദൈവമാണ് ഏറ്റവും വിസ്മയവഹന ഉപദേഷ്ടാവ്. പിന്നീട് ഈ ഉപദേശത്തിൻ്റെ സാന്ത്വനങ്ങളിലേക്ക് വചനം മാംസമാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ ദൈവം അവതരിപ്പിക്കും. അപ്പം ക്രിസ്തുവിനെയാണ് പിന്നെ ഐസയ്യാ 9:6 പറയണത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, അവൻ ആരാണ്? അവൻ വിസ്മയവഹനായ ഉപദേഷ്ടാവ്. ഒക്കെ അപ്പം ക്രിസ്തു ആരാണ്? കൗൺസിലറാണ്. അപ്പോൾ ഏറ്റവും വലിയ കൗൺസിലർ ആരാണ്? ക്രിസ്തുവാണ്. ഉടമ്പടി ലക്ഷ്യം വെക്കണത് ക്രിസ്തുവിനെ എങ്ങനെ ഇന്നാക്കാൻ പറ്റും അല്ലേ? ആൾക്കാരെ ഈ ക്രിസ്ത്യാനികളെ എന്താ വിളിക്കണം? ക്രൈസ്റ്റ് ഇൻ അല്ലേ? ക്രിസ്ത്യാനിയായി വിളിക്കണം എന്താണ്? ക്രൈസ്റ്റ് ഇൻ, ക്രിസ്തു അകത്തുള്ളവൻ. ഈ ക്രിസ്തുവിനെ എങ്ങനെയാണ്, ഏത് ഫോർമുല ഉപയോഗിച്ചാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലോട്ട് കയറ്റാൻ പറ്റണതെന്നാണ് ആധ്യാത്മികമായ അന്വേഷണം. എൻ്റെ 50 കൊല്ലത്തെ അന്വേഷണമാണ്. അങ്ങനെയാണ് ദൈവം നമുക്ക് ഉടമ്പടി വെളിപ്പെടുത്തി തരണത്. ഉടമ്പടിയിലേക്ക് വരുമ്പോൾ എന്താ പറയണത്? എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിലെ അതേ തന്നെയാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ കോവിഡ് പിടിച്ച് ഞാൻ കിടന്ന കാലത്തെ ദൈവം വാഗ്ദാനങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ 8855 വാഗ്ദാനങ്ങളെന്നും ഒരു ബൈബിളിൻ്റെ ഒരു സെക്ഷനിൽ പറയണത്, ഒരു ലെവലിൽ ദൈവശാസ്ത്രജ്ഞന്മാർക്ക് ബൈബിൾ തിയോളജിയൻസിന് 2 കോൺസെപ്റ്റാണ് ഉള്ളത് വാഗ്ദാനങ്ങളെക്കുറിച്ച്. അപ്പോൾ ഒരു പറ്റം ദൈവശാസ്ത്രജ്ഞന്മാർ പറയണത് ദൈവവചനത്തിൽ 8855 വാഗ്ദാനങ്ങളുണ്ടെന്നാണ്. മറ്റൊരു പറ്റം ദൈവശാസ്ത്രജ്ഞന്മാർ പറയണത് 8885 വാഗ്ദാനങ്ങളുള്ളതാണ്. അപ്പം ഈ വാഗ്ദാനങ്ങളാണ് മനുഷ്യൻ്റെ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇമ്മാനുവൽ പ്രവചനം, ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, ക്രിസ്തു നമ്മളിലേക്ക് വരണതും എല്ലാം അതിൻ്റെ അകത്ത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും ടാർഗറ്റ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ കവനൻ്റ്, ക്യാപിറ്റലായിട്ടുള്ള പ്രോമിസ് എന്താണെന്ന് നോക്കും. അതെന്താണ്? ക്രിസ്തുവാണ്. എല്ലാ 8855 വാഗ്ദാനങ്ങളുണ്ടെങ്കിൽ ഈ 8855 വാഗ്ദാനങ്ങൾ ഒരു മനുഷ്യൻ പ്രാപിക്കാൻ പറ്റിയ ഷോർട്ട് കട്ട് എന്താണ്? ക്രിസ്തുവാണ്. ഉടമ്പടി അന്വേഷിക്കുന്നത് അതാണ്. എല്ലാ വാഗ്ദാനങ്ങളുടെയും തലപ്പെട്ട വാഗ്ദാനമായ ക്രിസ്തുവിനെ ഒരു വ്യക്തി നേടിയാൽ അവനോടുകൂടി എല്ലാം ചേർത്ത് നൽകപ്പെടും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയും 2 കൊരിന്ത്യർ 1:20 എടുത്തേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും പറഞ്ഞ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും 8855 വാഗ്ദാനങ്ങൾ ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. മനസ്സിലായല്ലേ? ഇത് മുഴുവനും വാഗ്ദാനങ്ങൾ. നമ്മൾ ഓരോരോ വാഗ്ദാനങ്ങൾ, ഇപ്പം പച്ചമുളക് മേടിക്കാൻ വേണ്ടി ഒരു ചെടുത്തിടുക, അവിടെ ചേനയും പച്ചമുളകുമായിട്ടൊരു ചെടുത്തി ചന്തയിരിപ്പുണ്ട് ഇല്ലേ? അവിടെ അപ്പോൾ ചേനയും അല്ലെ പുള്ളിക്കച്ചവടം, ചില വണ്ടി തള്ളിക്കൊണ്ട് പോകണം കണ്ടിട്ടില്ലേ?
ഉള്ളി എന്നും പറഞ്ഞ് അതിൻ്റെ അത് ഉള്ളി മാത്രമേ കാണത്തുള്ളൂ. ഞാൻ തന്നെ ഓർക്കുന്നത് എങ്ങനെ ജീവിക്കുമെന്ന് ഈ ഉള്ളി. വെളുത്തുള്ളി എന്നും പറഞ്ഞുകൊണ്ട് ഒരു വണ്ടി ഞാൻ ചേർത്തല കണ്ടായിരുന്നു. അപ്പോൾ ഒരു 10-20 കിലോ വെളുത്തുള്ളി കിടപ്പുണ്ട്. അപ്പം നമ്മൾ രാവിലെ ചെല്ലുമ്പോൾ വെളുത്തുള്ളി ആൾക്കാർ മേടിക്കുക. ഇങ്ങനെ ഇത്രയും വെളുത്തുള്ളി ആൾക്കാർക്ക് എന്തിനാണ്? പക്ഷേ വൈകുന്നേരം വരുമ്പോൾ വെളുത്തുള്ളി ഒന്നും കാണത്തില്ല. ആൾക്കാർ അച്ചാറിടാൻ മേടിച്ചുകൊണ്ട് പോയി. അതാണ് സംഭവം. അപ്പോൾ പക്ഷേ ഇങ്ങനെ വെളുത്തുള്ളിക്ക് ഒരു കടയിൽ പോയി, പച്ചമുളകിന് വേറെ കടയിൽ പോയി, അരിക്ക് വേറെ കടയിൽ പോയി. അപ്പോൾ ഓരോ വാഗ്ദാനങ്ങൾക്കും ഓരോ മാർഗത്തിലല്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഈ 8855 വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഒരു മാർഗമുണ്ട്. എന്താണ്? എല്ലാ വാഗ്ദാനങ്ങളും പറഞ്ഞേ, എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവില് അതേ തന്നെയാണ്. അപ്പോൾ അവിടെ നോ ഇല്ല, യേസ് മാത്രമേ ഉള്ളൂ. എവരി പ്രോമിസ് ഈസ് യേസ് ഇൻ ജീസസ്. അപ്പം നമ്മളെന്ത് ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും? ബുദ്ധിയുള്ളവർ മാതാവിനോട് പറയും, അമ്മ ക്രിസ്തുവിനെയാണ് സ്വീകരിച്ചത്, ഞങ്ങൾക്കും ക്രിസ്തുവിനെയാണ് തരേണ്ടത്. പറഞ്ഞേ, അമ്മ ക്രിസ്തുവിനെയാണ് വിശ്വാസം കൊണ്ട് സ്വീകരിച്ചത്, ഞങ്ങൾക്കും എല്ലാ വാഗ്ദാനങ്ങളും അതേന്ന് പറയുന്ന ക്രിസ്തുവിനെ ഉടമ്പടി പ്രകാരം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് നൽകണമേ. അപ്പോൾ അതിന് നമ്മൾ എല്ലാ വാഗ്ദാനങ്ങളും ഇപ്പോൾ 2 കൊരിന്ത്യർ 1:20 എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ ആണെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് എന്താണ്? ക്രിസ്തുവിനെ മേടിക്കുക എന്നുള്ളതാണ് അല്ലേ. ഒരു മാർജിൻ ഫ്രീയിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെഗാ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാത്തിനും നമ്മൾ ലോകം മുഴുവൻ കറങ്ങി നടക്കേണ്ട കാര്യമില്ല, അവിടെ തന്നെ ഉണ്ടാവും. സൂപ്പർ മാർക്കറ്റിൻ്റെയൊക്കെ പ്രത്യേകത അതാണ്. അതായത് എല്ലാ വിഷയവും അതിൻ്റെ തന്നെ സിംഗിൾ റൂഫിലാണ് വരണത്. അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനെയാണ് അമ്മയൊടുക്കിയെന്ന് ഉടമ്പടി പ്രകാരം ചോദിക്കുകയാണെങ്കിൽ കാര്യം കുറച്ച് എളുപ്പമാകും. പിടിയിടിയാ, നിങ്ങളത് ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ IELTS, ജോലി, വീട്, വിവാഹം, പറമ്പ്, ഇങ്ങനെ ഒത്തിരി കാര്യം ചോദിക്കുമ്പോഴും പിന്നെ നിത്യജീവൻ, അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും നിത്യജീവനും, അതിന് ഈ അനുദിന ജീവിതവും നിത്യജീവനും ബാധിക്കുന്നതെല്ലാം ദൈവം നൽകുന്ന വാഗ്ദാന പ്രകാരമാണ്. മനുഷ്യൻ നേടിയെടുക്കുന്ന വാഗ്ദാനമാണ് നമുക്ക് ഉള്ളമ്പടിയിലുള്ളത്. നമ്മളത് പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ്.